ഡിയർ ഫ്രണ്ട്സ്, ഇന്നൊരു മാർബിൾ കേക്കിൻ്റെ റെസിപ്പിയാണ്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു മാർബിൾ കേക്കാണിത്. ഇത് മുറിക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം വളരെ സോഫ്റ്റാണെന്നുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിനായി ഞാൻ 1.5 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. 1 കപ്പ് പഞ്ചസാര, അത് പൊടിച്ചതാണ്. 3 മുട്ട, 1/2 കപ്പ് ഓയില്, 1/2 കപ്പ് പാല്, 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ ബേക്കിംഗ് സോഡ നമുക്ക് ഉപയോഗിക്കാം. മൈദ മാവിലേക്ക് ഈ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡർ ഇട്ടൊന്ന് മിക്സ് ചെയ്യുക. ആദ്യം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണത്. നമുക്കൊന്ന് അരിച്ചെടുക്കാൻ. നമ്മുടെ മുട്ടയൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. മൂന്ന് മുട്ടയും പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. നമുക്കൊന്ന് ബീറ്റ് ചെയ്യണം. ഇത് റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയായിരിക്കണം. നമ്മൾ പഞ്ചസാര പൊടിച്ചതുകൊണ്ട് ഇതിലേക്ക് ചേർക്കാം. നല്ലതായിട്ട് ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ? ഇതിലേക്ക് നമുക്ക് ഈ ഓയിൽ കൂടി ഒഴിക്കാം. ഇത് സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ബട്ടർ ആണെങ്കിൽ ഒരു 125 ഗ്രാം ബട്ടർ എടുത്താൽ മതി. നന്നായിട്ട് ഒന്നുകൂടെ ബീറ്റ് ചെയ്യണം. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ഒഴിക്കാം. അരിച്ചു വെച്ചിരിക്കുന്ന മൈദ പൊടി അങ്ങോട്ട് ചേർക്കാം കുറേശ്ശെ. ബാക്കിയും കൂടെ ചേർക്കാം.
കുറച്ച് പാലും കൂടെ ചേർക്കാം. നമുക്ക് ആദ്യം കുറച്ച് ചേർക്കാം, പിന്നെ വേണേൽ നമുക്ക് ചേർക്കാം. അല്പം പാലും കൂടെ വേണം. ഞാൻ അരക്കപ്പായിരുന്നു എടുത്തിരുന്നത്. ഇത്രയും പാല് മിച്ചമുണ്ട്. ഇത് മതി. ഇനി നമ്മുടെ ആ കൊക്കോ പൗഡർ, നമ്മൾ പാല് കുറച്ച് മിച്ചം ഉണ്ടായിരുന്നല്ലോ, അതൊഴിച്ചൊന്ന് മിക്സ് ചെയ്യണം. കട്ടിയൊന്നും കൂടാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇതുണ്ടോ, ആ പാലിൻ്റെ അകത്ത് ആ കൊക്കോ പൗഡർ നന്നായിട്ട് ലയിച്ച്. ഇനി നമുക്ക് ഈ ബാറ്ററിൽ നിന്ന് കുറച്ച് ഈ കൊക്കോ പൗഡർ നമ്മൾ പാലിൽ കലക്കി വെച്ചിട്ടുണ്ടല്ലോ അതിലേക്ക് ഒഴിക്കാം. ഞാനൊരു 1/4 ഭാഗം എടുക്കുന്നുള്ളൂ. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക. അത് ഇനി നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്യാം. ഇതാ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ബേക്കിംഗ് ടിന്ന് ബട്ടർ പേപ്പറൊക്കെ എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആദ്യം നമുക്ക് ഈ വാനിലയുടെ ബാറ്റർ ഒഴിക്കാം. ഈ ഡിസൈനൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കുണ്ടാക്കാം. നമ്മൾ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ചരുവത്തിലേക്ക് ഇത് വെക്കാം. കുക്കറിൻ്റെ അകത്തോ ചരുവത്തിലോ ഉരുളിയിലോ എങ്ങനെ വേണമെങ്കിലും നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. ഞാൻ അടച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ അടപ്പിൻ്റെ മുകളിൽ ഒരു ദോശക്കല്ലൂടെ ഒരു കനത്തിന് വെച്ചിട്ടുണ്ട്. ഇച്ചിരി കട്ടി ഇരുന്നോട്ടെന്നോർത്ത് വെയിറ്റ് വെച്ചിരിക്കുന്നത്, പുറത്തോട്ട് ചൂടൊന്നും പോകാതിരിക്കാൻ വേണ്ടി. ഇതാ ബേക്കായിട്ടുണ്ട്. ഉണ്ടോ, അതിലെങ്ങും പറ്റിയിട്ടില്ല. അപ്പോൾ അതാണ് നമ്മൾ അറിയുന്നത് അത് നന്നായിട്ട് ബേക്കായി എന്നുള്ളത്. ഇത് ഇപ്പോൾ പേപ്പറൊക്കെ ഒന്ന് എടുത്ത് കളയാം. വളരെ സോഫ്റ്റായിട്ടുള്ളൊരു മാർബിൾ കേക്കാണ്. എൻ്റെ മുറിക്കുമ്പോൾ നമുക്കറിയാതെ